പിള്ളേർ കേൾക്കാത്ത കുറ്റമൊന്നുമില്ല. ഈ തലമുറ നശിച്ചുപോയി. ഇവർക്കൊന്നും ഉത്തരവാദിത്തമില്ല, ഫോണൊന്നും തലപൊക്കില്ല, സ്വാർത്ഥരാണ്, സമൂഹത്തെക്കുറിച്ചൊരു ബോധമില്ല. പലപ്പോഴും സമൂഹത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും അതിന് കാരണക്കാരായി ചൂണ്ടിക്കാണിക്കാറുള്ളത് ഈ തലമുറയാണ്. സത്യത്തിൽ ജെൻസി ആണെന്ന് പറയാൻ തന്നെ എല്ലാവർക്കും നാണക്കേടായിരുന്നു. 1997 മുതൽ 2012 വരെ ജനിച്ചവരെയാണ് ജെൻസി ആയി കൂട്ടുന്നത്. എന്നാലും 1999 ഡിസംബറിൽ ജനിച്ചിരുന്നവർ വരെ ഞങ്ങൾ ജെൻസി അല്ല 90s കിഡ്സ് ആണെന്നാ പറയാറ്. പണ്ടത്തെ നാടായിരുന്നു നാട്, പണ്ടത്തെ രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയം, പണ്ടത്തെ ചോറായിരുന്നു ചോറ് എന്നൊക്കെ പറഞ്ഞ് മിലനിയൽക്കാരും 90s കിഡ്സും നമ്മളെ കുറെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുൻ തലമുറകൾക്ക് മനസ്സിലാകാത്ത എല്ലാ മാറ്റങ്ങൾക്കും ഒരേ ഒരു പേരേ ഉള്ളൂ, ജെൻസി. പക്ഷെ ഇന്ന് അതേ ജെൻസി തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുന്നത്. കൊക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പവും മറ്റ് പ്രതിഷേധക്കാരോടൊപ്പവും അവർ തെരുവിലാണുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടല്ല, ഒരു പ്രോഫിറ്റും പ്രതീക്ഷിച്ചിട്ടല്ല. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവരുടെ സമരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച മൂലം തകർന്നു പോയ കുട്ടികളുടെ സ്വപ്നങ്ങൾക്കും അവരുടെ ഭാവിക്കും ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന അവരുടെ നീതിക്കും വേണ്ടിയാണ് ജെൻസിയുടെ സമരം. എന്തായാലും രാഷ്ട്രീയം എങ്ങനെ സംസാരിക്കണമെന്ന കാര്യത്തിൽ ജെൻസിയിൽ നിന്ന് മുൻ തലമുറകളും ഇനി വരാനിരിക്കുന്ന തലമുറകളും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്ന്, ഈ തലമുറ മഹാസ്വാർത്ഥരാണ് എന്നല്ലേ പറയാറ്. മറ്റുള്ളവരുടെ കാര്യം നോക്കാനുള്ള മനസ്ഥിതിയൊക്കെ ജെൻസിക്കുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണ് സ്വന്തം ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്ത അനീതിക്കെതിരെയും ശബ്ദമുയർത്താൻ അവർ തയ്യാറാകുന്നത്. ഇന്ന് മറ്റൊരാൾക്ക് സംഭവിക്കുന്ന അനീതി നാളെ തങ്ങൾക്കും സംഭവിക്കാമെന്ന് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിശബ്ദരായി ഇരിക്കാനാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്, അതോ അനീതി കണ്ടാൽ പ്രതികരിക്കാനാണോ എന്ന് മുൻ തലമുറകളോട് ചോദിക്കുന്നത് ജെൻസി തന്നെയാണ്. രണ്ട്, ജെൻസി കേട്ട ഏറ്റവും വലിയ പഴി അവർ മഹാമടിയന്മാരാണ് എന്നുള്ളതാ. കഷ്ടപ്പെടാൻ അറിയില്ല, AC മുറിയിലിരുന്ന് ഫോൺ നോക്കാൻ മാത്രമേ അറിയുള്ളൂ, മൈനർ ഇൻകൺവീനിയൻസസ് പോലും സഹിക്കില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. എന്നാൽ ഇന്ന് അതേ യുവാക്കളിൽ പലരും ദിവസങ്ങളോളം തെരുവിൽ നിൽക്കുകയാണ്, നിരാഹാര സമരം നടത്തുകയാണ്, കൊടും ചൂടും മഴയും വിശപ്പും ഉറക്കമില്ലായ്മയും സഹിച്ച് പ്രതിഷേധം തുടരുകയാണ്, മണിക്കൂറുകളോളം തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസ് ബാരിക്കേഡുകളും ലാത്തി ചാർജും അറസ്റ്റും നേരിട്ടിട്ടും അവർ പിന്മാറുന്നില്ല. മടിയല്ല, ലക്ഷ്യമാണ് അവരുടെ മോട്ടിവേഷൻ. മൂന്ന്, സിവിക് സെൻസ് ഇല്ലാത്ത തലമുറ എന്നായിരുന്നു ജെൻസിയെ കുറിച്ചുള്ള മറ്റൊരു സ്ഥിര വിമർശനം. പൊതുസ്ഥലങ്ങളെ മാനിക്കില്ല, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല എന്നൊക്കെയായിരുന്നു പലരുടെയും വിലയിരുത്തൽ. പക്ഷെ ജന്തർ മന്ദറിൽ കാണുന്നത് വളരെ ഡിഫറന്റ് ആയ കാഴ്ചയാണ്. റാലികളും പൊതുയോഗങ്ങളും അവസാനിച്ചാലും ജെൻസി അവിടെ തന്നെ കാണും. പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണപ്പൊതികളും പേപ്പറുകളും മറ്റു മാലിന്യങ്ങളും കൂട്ടം ചേർന്ന് ശേഖരിച്ച് അവർ വേർതിരിച്ച് സംസ്കരിക്കും. തങ്ങൾ ഉപയോഗിച്ച പൊതുസ്ഥലം വൃത്തിയായി അടുത്തയാൾക്ക് കൈമാറണമെന്ന ബോധം അവർക്ക് നന്നായുണ്ട്. 4, ജെൻസിക്ക് പണത്തോടും സ്വത്തുക്കളോടും മാത്രമാണ് ആസക്തി എന്നായിരുന്നു മുൻ തലമുറകൾ പറഞ്ഞു നടന്നിരുന്ന മറ്റൊരു കുറ്റം. ഉയർന്ന ശമ്പളം, മികച്ച ലൈഫ് സ്റ്റൈൽ, വ്യക്തിപരമായ വളർച്ച, ഇത് മാത്രമാണ് ജെൻസിയുടെ ഫോക്കസ് എന്ന് എത്രയോ തവണ കേട്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് രൂപ ചെലവിട്ടാണ് തങ്ങളുടെ ജനറേഷന്റെ പേരിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാൻ ട്രെയിനിലും ഫ്ലൈറ്റിലും ബസ്സിലും ഒക്കെയായി ഒരുപാട് പേർ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നത്. സമരത്തിന് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വളരെ സെൽഫ്ലെസ് ആയി അവർ പങ്കുവെക്കുന്നുണ്ട്. സ്വന്തം ശമ്പളവും സമയവും സൗകര്യവും ഒക്കെ ത്യജിച്ച് അവരൊരു സോഷ്യൽ കോസിന് വേണ്ടിയാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. 5, ഡെലിവറി ആപ്പുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി എന്നാണ് എല്ലാവരും ജഡ്ജ് ചെയ്യാറ്. പാചകം ചെയ്യാനും പുറത്തുപോയി സാധനങ്ങൾ വാങ്ങാനും നമുക്ക് മടിയാണെന്നാണല്ലോ. സൗകര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന യഥാർത്ഥ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുന്ന ജെൻസി അല്ലെ? പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് അതേ ആപ്പുകൾ യൂസ് ചെയ്താണ് ജെൻസി സോഷ്യൽ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രതിഷേധ വേദിയിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് 100 കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്ന് ഡെലിവറി ആപ്പുകൾ വഴി ഭക്ഷണവും വെള്ളവും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് ജെൻസി. ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു സമരത്തിൽ വിശ്വസിച്ച്, ഒരു ആപ്പിനെ വിശ്വസിച്ച് അവർ പണം ചെലവഴിക്കുകയാണ്. 6, ആ ഫോണൊന്ന് മാറ്റിവെച്ച് വല്ല പണിയും എടുത്തൂടെ എന്ന ഉപദേശം കേൾക്കാത്ത ഒരു ജെൻസിക്കാരും ഉണ്ടാവില്ല. മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ മാത്രമേ യഥാർത്ഥ ലോകം കാണാനാകൂ എന്നും സ്ക്രീനിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ധാരണയുമില്ലെന്നാണ് മുൻ തലമുറകൾ പറയാറുള്ളത്. പക്ഷെ ഇന്ന് അതേ ഫോൺ തന്നെയാണ് ഇന്ത്യയെ ഇളക്കി മറിക്കുന്ന ജന്തർ മന്ദറിലെ സമരത്തിന്റെ ഏറ്റവും വലിയ വെപ്പൺ. ഫോൺ വഴി അവർ വാർത്തകൾ ലോകത്തെ മുഴുവൻ കാണിക്കുന്നു, പ്രതിഷേധം അറിയിക്കുന്നു, കൂടുതൽ പേരെ സമരത്തിലേക്ക് കൊണ്ടുവരുന്നു, സപ്പോർട്ട് കളക്ട് ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, യാഥാർത്ഥ്യത്തെ നേരിടാനാണ് ഇന്ന് ജെൻസി ഫോൺ യൂസ് ചെയ്യുന്നത്. സ്ക്രീനിന് പിന്നിൽ അവർ ഒളിച്ചിരിക്കുന്നില്ല, ഒളിച്ചിരിക്കുന്നവരെ വരെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധത്തിൽ നേരിട്ടെത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ഫോൺ വഴി ഒരേ ലക്ഷ്യത്തിനായി അവർ ബന്ധിപ്പിക്കുന്നു. 7,
ഈ തലമുറ വായിക്കില്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളുന്നതല്ലാതെ അവർക്കൊന്നും ശരിയായ ഇൻഫർമേഷൻസ് ഇല്ല എന്ന വിമർശനം ഒരു ജെൻസി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും കേട്ടിരിക്കും. വാർത്തകൾ അറിയില്ല, ചരിത്രത്തിലും നിയമങ്ങളിലും താല്പര്യമില്ല, റീലുകളുടെ ദൈർഘ്യത്തിനപ്പുറം ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല, അങ്ങനെ എന്തൊക്കെ. പക്ഷെ ഭരണഘടന, നിയമങ്ങൾ, പൗരാവകാശങ്ങൾ, വിവരാവകാശ നിയമം, പരിസ്ഥിതി നിയമങ്ങൾ, പൊതുനയങ്ങൾ, കോടതി വിധികൾ ഇതെല്ലാം വായിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കുന്നത് ഈ തലമുറയിലെ നിരവധി യുവാക്കളാണ്. അവരെ കേട്ടാണ് ഭരണകൂടത്തിന്റെ അഴിമതികൾക്കെതിരെ ആയിരക്കണക്കിന് പേർ സമരം ചെയ്യുന്നത്. എല്ലാവർക്കും നൂറുകണക്കിന് പേജുള്ള രേഖകൾ വായിക്കാൻ സമയമോ അവസരമോ ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ നിയമങ്ങളും നയങ്ങളും ഒക്കെ സിമ്പിൾ ആക്കി വീഡിയോകളായും ഇൻഫോഗ്രാഫിക്സ് ആയും കറൗസൽ പോസ്റ്റുകളായും ഷോർട്ട് എക്സ്പ്ലെയിനേഴ്സ് ആയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ് ജെൻസി. വായിക്കുക മാത്രമല്ല, വായിച്ചറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമാണ്: ജെൻസി പെട്ടെന്നങ്ങ് മാറിയതാണോ, അതോ ഇത്ര കാലം നമ്മൾ അവരെ തെറ്റായി വായിച്ചതാണോ? കാരണം അവർക്കെതിരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളെയൊക്കെ അവർ വാദം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് തെറ്റാണെന്ന് തെളിയിക്കുന്നത്. ഒരു കാലത്ത് അവരുടെ ദൗർബല്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുന്നത്. സമരം എങ്ങനെ അവസാനിച്ചാലും ഒന്നുറപ്പാണ്: സ്വാർത്ഥരാണെന്ന് വിളിക്കപ്പെട്ട ഈ തലമുറ നീതിയുടെ വശത്ത് നിൽക്കാൻ സ്വയം തെരഞ്ഞെടുത്തു എന്നത് ഇന്ത്യ മറക്കില്ല. അനീതി കണ്ടപ്പോൾ അവർ നിശബ്ദരായിരുന്നില്ല എന്നതിന് ചരിത്രവും ഇനിയുള്ള തലമുറകളും അവരോട് കടപ്പെട്ടിരിക്കും.